നമ്മുടെ രാജ്യത്തെ ടോപ്പ് ബ്രെയിൻസ് വെളിയിൽ പോകുന്നു. എന്നിട്ട് റദർ ദാൻ ഹാവിംഗ് ഡെവലപ്പിംഗ് ഇന്ത്യ, ദേ ആർ ഡെവലപ്പിംഗ് അതർ കൺട്രീസ്. നമ്മുടെ ഒരു വിഷൻ അല്ലെ മിഷൻ എന്ന് പറയുന്നത് ഇഗ്നൈറ്റ് ദ പാഷൻ ഓഫ് ചെസ് ഇൻ കിഡ്സ് എന്നാണ്. അതാണ് ഏറ്റവും ടഫ് ഉള്ളത്. ഒന്ന് US ഡെലാവെയറിൽ, പിന്നെ ഒന്ന് ദുബായിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്ന് ഇന്ത്യയിൽ. ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഐ എം ഫ്രം കേരള. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗാഡ്ജറ്റ്സ് ഇല്ല, 80s 90s ഗാഡ്ജറ്റ്സ് ഇല്ല. സോ വി യൂസ് ടു സിറ്റ് ആൻഡ് പ്ലേ ആൻഡ് പേഷ്യൻസ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ ദേ വോണ്ട് എവറിഥിങ് സ്പോണ്ടേനിയസ്. ദ ബ്രെയിൻ നീഡ്സ് എവറിഥിങ് ലൈക്ക് ഇൻ എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഫേസ്ബുക്കിൽ, അതും അമേരിക്കയിൽ, ഒരു സ്വപ്ന തുല്യമായ ജോലി ചെയ്തിരുന്ന ഒരാൾ ആ ജോലി മതിയാക്കി ഇവിടെ വന്ന് നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെസ് അക്കാഡമി തുടങ്ങുന്നു. ആ ചെസ് അക്കാഡമി ഇന്ന് വളർന്ന് പന്തലിച്ച് ഒരു പ്രീമിയർ ചെസ് ലീഗ് വരെ നടത്താനുള്ള കേപ്പബിലിറ്റിയോടുകൂടി നിൽക്കുന്നു. ഈ ചെസ് ലീഗിനും ഈ ഒരു പ്രീമിയർ ചെസ് അക്കാഡമിക്കും പുറകിൽ വേറെ ആരുമല്ല, നമ്മുടെ ഇന്നത്തെ ഗസ്റ്റാണ്. സാറിൻ്റെ പേര് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. സർ, വെൽക്കം ടു ഇൻഫിഡക് പോഡ്കാസ്റ്റ്. സർ, സാറിന് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു സ്പീച്ച് കേട്ടിട്ടാണ് സാറിന് ഈ ഒരു വലിയൊരു പ്രസ്ഥാനം തുടങ്ങാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പാർക്കിംഗ് മൊമെന്റ് എന്തായിരുന്നു? ആ സ്പീച്ചിൽ എന്താണ് സാറിന് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് പ്രചോദിപ്പിച്ചത്? സോ ബേസിക്കലി അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു. ഇഫ് ഐ റിമെമ്പർ ദാറ്റ്സ് റഫ്ലി ഇൻ 2004 അല്ലെങ്കിൽ 2003. അപ്പം നമുക്ക് കോളേജിൽ നിന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ടോപ്പ് സ്റ്റുഡൻസിന് ടു മീറ്റ് APJ അബ്ദുൽ കലാം. അപ്പം അന്നത്തെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് വാസ് ബ്രെയിൻ ഡ്രെയിൻ. അപ്പം ദാറ്റ് ഇസ് എ ബിഗ് കൺസേൺ. കാരണം നമ്മുടെ രാജ്യത്തെ ടോപ്പ് ബ്രെയിൻസ് വെളിയിൽ പോകുന്നു. എന്നിട്ട് റദർ ദാൻ ഹാവിംഗ് ഡെവലപ്പിംഗ് ഇന്ത്യ, ദേ ആർ ഡെവലപ്പിംഗ് അതർ കൺട്രീസ്. അപ്പോൾ ആ ഒരു കൺസേണിനെ പറ്റിയായിരുന്നു പുള്ളി അഡ്രസ് ചെയ്തത്. സോ ഹി അഡ്രസ്ഡ് ബൈ 2020 പീപ്പിൾ വിൽ കം ബാക്ക് ടു ഇന്ത്യ ആൻഡ് എ ന്യൂ ഇന്ത്യ വിൽ ബി ബോൺ. അതാണ് പ്രചോദനം പറയുന്നത്. ഓക്കെ. ഇപ്പം സാറ് ഈ PCAയിൽ, അതായത് നമ്മുടെ ഈ അക്കാഡമിയിൽ വേറെയും സിസ്റ്റർ ഇനിഷ്യേറ്റീവ്സ് സാറ് ചെയ്യുന്നുണ്ട് ചെസ്സിൻ്റെ കൂടാതെ. അതൊക്കെ ഒന്ന് പറയാമോ, ഏതൊക്കെയാണെന്നുള്ളത്? അതെ. സോ ബേസിക്കലി ഇതൊന്നും നമ്മൾ ചെയ്യണമെന്ന് കണ്ടിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ പ്രോബ്ലംസ് ഫ്രണ്ടിലോട്ട് വരും. അത് സോൾവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ് പുതിയൊരു കമ്പനീസ് ആയിരിക്കും. അങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് ആസ് ഓഫ് നൗ, ആസ് വി ടോക്ക് നൗ, ദർ ഇസ് എ ന്യൂ കമ്പനി ഗെറ്റിംഗ് ഫൈൽഡ്. സോ ടോട്ടൽ എനിക്ക് 5 കമ്പനീസിലാണ് ഐ എം എ ഓണർ ഓർ എ ഡയറക്ടർ, വൺ വേ ഓർ ദ അതർ. ആദ്യത്തെ പ്രീമിയർ ചെസ് അക്കാഡമി വിച്ച് ടീച്ചസ് ചെസ് ഫോർ കിഡ്സ്. പിന്നെ രണ്ടാമത്തേതാണ് റോബോട്ടിക്സ്. ഇറ്റ്സ് കോൾഡ് യാബോട്ട്, YABOT. വി ടീച്ച് റോബോട്ടിക്സ് ഫോർ കിഡ്സ്. പിന്നെ സ്ട്രോക്കറ്റ് എന്ന് പറയുന്നൊരു ഈ രണ്ട് പഠിപ്പിക്കുന്നത് കുട്ടികളെ മീൻസ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം വി തോട്ട് വി നീഡ് എ സോഫ്റ്റ്വെയർ. ദർ വാസ് നോ സോഫ്റ്റ്വെയർ ഇൻ ദ മാർക്കറ്റ് ദാറ്റ് കുഡ് സപ്പോർട്ട് ദീസ് ക്ലാസ് മാനേജ്മെന്റ് ഓഫ് അവർ എന്താ പറയുക സ്ട്രെങ്ത്. സോ വി ബിൽഡ് സംതിങ് കോൾഡ് സ്ട്രോക്കറ്റ്. സ്ട്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇറ്റ്സ് എ ക്ലാസ് മാനേജ്മെന്റ് ടൂൾ. അതിന്റെ പേരിടുന്നത് വരെ നമ്മൾ ക്ലാസ്സിലിരുന്നത് റോക്കറ്റ്, സ്ട്രോ ആൻഡ് റോക്കറ്റ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് നമ്മൾ കമ്പനിക്ക് പേരിട്ടത്, സ്ട്രോക്കറ്റ്. പിന്നെ ഇപ്പോൾ 4th കമ്പനി ഇപ്പോൾ ആയിരിക്കുന്ന ആക്റ്റീവ് പാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത് നമുക്ക് ഇരുന്നിട്ട് അടുത്തുള്ള ലൊക്കേഷൻസിൽ നമ്മുടെ കുട്ടികൾക്കോ നമുക്കോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്ന സ്പോർട്സ് അല്ലെങ്കിൽ ഇവന്റ്സ് നമുക്ക് കാണാൻ പറ്റും, അത് ബുക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് കമ്പനി നമ്മൾ ഫോം ചെയ്യുന്ന കേരള പ്രീമിയർ ചെസ് ലീഗ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയാണ് നമ്മളിപ്പോൾ ആസ് ഓഫ് നൗ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബിക്കം അനദർ ബിഗ് ഇനിഷ്യേറ്റീവ്. സർ, ഫേസ്ബുക്ക് ലീവ് ചെയ്തതിന് ശേഷം സാർ പറയുണ്ടായി വലിയൊരു ഫ്ലയർ ആദ്യം സാറ് ജസ്റ്റ് റാൻഡംലി ഒരു ഫ്ലയർ സാർ ക്രിയേറ്റ് ചെയ്തതാണെന്ന്. പക്ഷേ ആ ഫ്ലയറിന് ഒരു മാസീവായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഉണ്ടായത്. അപ്പം ആ സമയത്ത് ഉണ്ടായ സാറിൻ്റെ ഒരു ഇമോഷണൽ സ്റ്റേറ്റസ് എന്തായിരുന്നു? ഞാൻ ഫേസ്ബുക്കിൽ ലീവ് ചെയ്തിട്ടില്ലായിരുന്നു ആ സമയം. 2020 കോവിഡ് ടൈമിൽ ബേസിക്കലി ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കസിൻ, ഹി വാസ് എ ചെസ് കോച്ച്, ഹി ലോസ്റ്റ് ഹിസ് ജോബ്, ദർ വാസ് 0 ഇൻകം. ഹി ആസ്ക്ഡ് മീ ക്യാൻ യു ഹെൽപ്പ്? അപ്പം അങ്ങനെ നോക്കിയപ്പം ദെൻ ഐ സ്റ്റാർട്ടഡ് സീയിങ് ലൈക്ക് ഹൗ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഫേസ്ബുക്കിൽ അത് അഡ്വർടൈസ് ചെയ്തു. അതിൻ്റെ പഞ്ച് ലൈൻ എന്ന് വെച്ചാൽ ചെക്ക്മേറ്റ് യുവർ TV. അതായത് നമ്മൾ ഇത് ചെയ്തതിനും വളരെ ക്യാച്ചി ആയിരുന്നു. അതായത് അതിൻ്റെ ignite the passion of chess in your kid. There was a catchy lines that caught people attention, and
അതായത് I just posted that and I just went for sleep for the next 6 or 8 hours. The next day my inbox was filled. At least എന്താ പറയുക, കോവിഡ് ടൈമും കൂടെ കൊണ്ടായിരിക്കാം, അറ്റ്ലീസ്റ്റ് I saw like 25 to 50 messages in all that they are interested, what is the next step to proceed എന്നുള്ളത്. ബേസിക്കലി എല്ലാം യു എസ് എന്നുള്ള റെസ്പോൺസ് ആയിരുന്നു. It was across the world. It was US ഉണ്ടായിരുന്നു, UK ഉണ്ടായിരുന്നു. ഓക്കെ. So we got good responses across the world. Okay. Middle East ഉണ്ടായിരുന്നു. ഓക്കെ. ഇന്ന് ഇപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഈ ചെസ് അക്കാഡമി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്? ഓഫ്ലൈനും അല്ലാതെ തന്നെ നമുക്ക് ക്ലാസ്സസ് ആയിട്ട് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് 3 രാജ്യങ്ങളിലാണ് ഇൻഫാക്ട്. ഒന്ന് US ഡെലാവെയറിൽ, പിന്നെ ഒന്ന് ദുബായിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒന്ന് ഇന്ത്യയിൽ. ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ബിക്കോസ് ഐ എം ഫ്രം കേരള. ട്രിവാൻഡ്രവും കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആസ് ഓഫ് നൗ ഓഫ്ലൈൻ സെന്റേഴ്സ്. ബാക്കിയെല്ലാം നമുക്ക് ഓൺലൈൻ സെന്റേഴ്സ് ആണ്. ഓക്കെ. ഓൺലൈനിലും ബേസിക്കലി ക്ലാസ് എടുക്കുന്ന ട്രിവാൻഡ്രത്ത് തന്നെ ആയിരിക്കും? അല്ല, across the world. Okay, എടുക്കുന്നുണ്ട്. നമ്മൾ കോച്ചസ് ആർ there from across, mostly from India. Okay. പിന്നെ across the world. Okay. എനിക്കിപ്പം 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം മോള് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ ചെസ്സിലൊക്കെ. അപ്പം ഈ കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഇപ്പം സാറിന് തോന്നുന്നത്? അതായത് പണ്ടത്തെ കാലത്തെ കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എന്താണ് ഇപ്പം വന്നിരിക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് കുട്ടികളുടെ റെസ്പോൺസ്? See, basically as the world grow, as the world rapidly changes, ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ one thing that you can see is probably attention deficiency. ഇല്ലെങ്കിൽ കുട്ടികൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അതായത് ഒരിടത്ത് ഇരുന്ന്, പണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗാഡ്ജറ്റ്സ് ഇല്ല, 80s 90s ഗാഡ്ജറ്റ്സ് ഇല്ല. സോ വി യൂസ് ടു സിറ്റ് ആൻഡ് പ്ലേ ആൻഡ് പേഷ്യൻസ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രശ്നം വെച്ചാൽ they want everything spontaneous. The brain needs everything like in a fraction of a second. ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ there are only few sports that can calm them down. അതിൽ ഒന്നാണ് ചെസ്. It's scientifically proven, and by many universities, that chess can help kids, especially with ADHDs. എന്താ പറയുക, ഒരു ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് ഗെയിമും കൂടെയാണ് ചെസ്. ഇപ്പം രണ്ടാമത്തെ ആംഗിൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫസ്റ്റ് തിങ് ഈസ് നമ്മുടെ ഒരു വിഷൻ അല്ലെ മിഷൻ എന്ന് പറയുന്ന ഇഗ്നൈറ്റ് ദ പാഷൻ ഓഫ് ചെസ് ഇൻ കിഡ്സ് എന്നാണ്. അതാണ് ഏറ്റവും ടഫ് ഉള്ളത്. അതായത് ഇപ്പം 5 വയസ്സുള്ള 6 വയസ്സുള്ള പിള്ളേര് ഒന്നും അറിയാൻ മേലാതെ only their parents came to know, okay, there is a chess thing, we want to go and drop the kids. But now it's up to us, എന്താ പറയുക, ആ കുട്ടികളിലൊരു പാഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യിക്കുന്നുള്ളത്. അതായത് ഒരു വേ വി ടീച്ച്, ഇറ്റ് മേ നോട്ട് ബി ജസ്റ്റ് എന്താ പറയുക, അത് എക്സാമ്പിൾസ് സഹിതം കുട്ടികളിലെ ഒരു എന്താ പറയുക, ഒരു പട്ടി പോകുന്നു, നിങ്ങൾ ചാടി ചെയ്യണം. സോ ദർ ഇസ് സം സിനർജീസ്. കറക്റ്റ്, എക്സാക്ട്ലി. അങ്ങനെയാണ് ഞങ്ങളൊരു ഇത് ചെയ്യുന്നത് പൊതുവെ. ഈ നമ്മൾ ഈ ചെസ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോച്ചസ്. സാറ് കോച്ചസിന് ആക്ച്വലി അവരുടെ റിവാർഡ് എന്ന് പറയുന്നത് സാർ ഒരിടത്ത് പറയുണ്ടായി, എഞ്ചിനീയേഴ്സിന് ഇന്ന് ഏൺ ചെയ്യുന്നതിൻ്റെ നല്ലൊരു അതിനെക്കാട്ടിലും നല്ല എമൗണ്ട് അവർ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ചിന്തിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെ കുറേ ലേബിൾസ് ഉണ്ട്. നാളൊരു കാലത്ത് ചെസ് കോച്ചസ് എന്ന് പറയുന്നതും ഒരു പ്രൊഫഷനായിട്ട് ആൾക്കാർക്ക് മാറ്റിയെടുക്കാൻ സാർ ഇപ്പം പോകുന്ന ഈ ഒരു രീതിയിൽ പറ്റും. പക്ഷേ സാറിന് അത് എങ്ങനെയാണ് ആക്ച്വലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയത്? കാരണം ഇങ്ങനൊരു നല്ല പാക്കേജിൽ ആൾക്കാർക്ക് കോച്ചസിനെ എടുക്കാൻ സാറിന് എങ്ങനെയാണ് PCAക്ക് പറ്റുന്നത്? സോ ബേസിക്കലി ആ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആണ്. കാരണം വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ചെസ് കോച്ചസ് എന്ന് പറയുന്നൊരു എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് വർക്കിനെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് നീഡ്സ് എ ഗുഡ് മോണിറ്റൈസേഷൻ ഫാക്ടർ. അതായത് അവര് ഫൈനാൻഷ്യലി സെറ്റിൽഡ് ആവണം. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റാർട്ടിങ് PCA. ഇപ്പൊ PCA സ്റ്റാർട്ട് ചെയ്തത് വെച്ചാൽ 2 ആംഗിളിലാണ്. കോച്ചസിന് നല്ലൊരു എന്താ പറയാ, നല്ലൊരു ഏർണിംഗ് വേണം, ഒന്നാമത്തെ ആംഗിളിൽ. 2, കിഡ്സിന്റെ പാഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഇഗ്നൈറ്റ് ചെയ്യണം. ആ ഒരു 180 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രിയിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം കോച്ചസിന്റെ ഞങ്ങൾ കമ്പനി ഫോം ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേണ്ട, അതായത് പല ചേഞ്ചസിൽ നമുക്ക് വേണ്ട കമ്പനിയുടെ കോർ വാല്യൂസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതായത് ദേ ഷുഡ് ബി പാഷനേറ്റ്, ഓഫ് കോഴ്സ്. സെക്കൻഡ് ഈസ് ടീം വർക്ക്. കാരണം വി ഫീൽ എന്താ പറയാ, ഓരോ എന്താ വെച്ചാൽ Facebook I work with a lot of talents, and the one thing that we noticed was teamwork is the only thing that can sustain. Yes, true. I brought that back into chess,
I created a structure എന്താ പറയാ ചെസ് കോച്ചസിൽ തന്നെ they are not working under a team, they are mostly by themselves, Okay. which we changed. We had hierarchy, we had captains, we had teammates, അങ്ങനെ ഒരു ഇത്. അപ്പം ആ ഒരു ടീം വർക്ക് കൊണ്ടുവന്നു. പിന്നെ തേർഡ് ഈസ് ഇന്റഗ്രിറ്റി. അതായത് എന്താ പറയാ, ഇറ്റ്സ് ഓക്കെ ടു ഫെയിൽ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്ക്, ബട്ട് അക്സെപ്റ്റ് ദ ഫാക്ട്. ഡോണ്ട് ലെറ്റ് us come to you and ask why you made that mistake, but do come forward and tell us why you made that mistake. Yes. അപ്പൊ അങ്ങനത്തെ കുറച്ച് കൊണ്ടുവന്നു. Okay. Then what came overboard was like on the other side, kids started increasing. Coaches, the more എന്താ പറയാ, we were giving a major portion of the revenue that we were getting from here. Okay. അപ്പം we could see many examples. Coaches are able to buy house. Coaches are able to buy a car. Most of their dreams were coming true. അപ്പം what happened was, if you ask any chess coach across the world, I'm talking about normal chess coaches, not like the grandmasters or international masters, because they have laid a milestone. അങ്ങനെയുള്ള നോർമൽ കോച്ചസിനോട് if they ask where they want to work, one company like Microsoft or something, they will tell is Premier Chess Academy. Oh, great. സോ എന്താ പറയാ, നമ്മുടെ കോച്ചസിന് അല്ലെങ്കിൽ വി ആർ വെരി ട്രാൻസ്പെറന്റ്, വി ആർ വെരി, ചില സം കോച്ചസ്, ഐ വിൽ ജസ്റ്റ് ഗിവ് എ ഫിഗർ, ദേ ഏൺ അറ്റ്ലീസ്റ്റ് 2.5 lakhs എ മന്ത്. നോട്ട് എവരി വൺ, ബട്ട് മോസ്റ്റ് ഓഫ് ദ ഡിപെൻഡ്സ് അപ്പോൺ ദെയർ ഡെഡിക്കേഷൻ ഓൾസോ. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, അതൊരു ഇറ്റ്സ് എ വെരി ഹൈ 2.5 lakhs. I don't think any engineer graduates ഒരു 5 years പോലും I don't think they will earn, which they are earning in like 2 years or less than that in with chess. ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ചെസ് കോച്ചസ് എന്ന് പറയുന്ന ഒരു സ്ട്രീം ഓഫ് ആൾക്കാരെ, അല്ലെങ്കിൽ അതും ഒരു പ്രൊഫഷണൽ ആയിട്ട് തന്നെ ആൾക്കാർ എടുക്കുന്ന രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് PCA ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ. Absolutely. അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. As we talk, there were people who want to go back to Dubai. They dropped the plan, they're sticking here. Okay. പിന്നെ there are engineers, network engineers. അതെ. They knew a little bit of chess, Okay. but they are coming to chess. Okay. PWD engineers. Okay. They don't want to, എന്താ പറയാ, two things. One, they are seeing their friends grow, and they want to adopt that into their life. So അതിപ്പം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. Not only that, chess coaches, I'm not talking about the way the world is going, especially with എന്താ പറയാ, lot of stuff. Everybody knows artificial intelligence, everybody knows blockchain, whatever. These skills will develop. എന്താ പറയാ, that's, for example, AI, for example, even though we think that it can replace a teacher, it may not. A good teacher is always a good teacher. Yeah. അപ്പം അങ്ങനെയായിരിക്കും അത് ഫ്യൂച്ചറിലോട്ട് പോവുക. ഓക്കെ സർ, ഈ നമ്മുടെ ഈ കോച്ചസിനെ, നമ്മളൊരു ട്രഡീഷണൽ രീതിയിൽ കോച്ചസിനെ പറയുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ചെസ് കോച്ചസിനെ പറയുമ്പോൾ, ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പൊതുവേ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെന്ന് ഒരു സ്റ്റീരിയോടൈപ്പ് തിങ്കിങ് ഉണ്ട്. അപ്പം പക്ഷേ PCAയിൽ അങ്ങനെയല്ല. സർ, ചെസ് അക്കാഡമിയിൽ ആക്ച്വലി നടക്കുന്നത് ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സാറിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയത്? ഈ ഒരു അതൊരു വളരെ സ്ട്രാറ്റജിക്കലി മെയ്ഡ് അങ്ങനത്തെ ഒരു ചോയ്സ് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് PCAയിൽ വരുന്നതെന്നും കൂടെ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു 100 റെസ്യൂംസ് വരികയാണെങ്കിൽ അതിൽ നിന്ന് ഒരാളെ ഞങ്ങൾ സെലക്ട് ചെയ്യുക. വി ഹാവ് 6 layers ഓഫ് എന്താ പറയുക ഇൻ്റർവ്യൂസ്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ആകുന്ന ആൾക്കാർ, ആക്ച്വലി നമ്മുടെ ഇൻ്റർവ്യൂസിന് ക്ലിയർ ആയിട്ട് അറിയാം വാട്ട് ആർ ദെയർ പ്രോസ്, വാട്ട് ആർ ദെയർ കോൺസ്, വൈ വി ഷുഡ് ഹയർ, അങ്ങനെ ഒരു ഇത് നമുക്ക് ഇട്ട് തരണം. അങ്ങനെ എല്ലാവരും അലൈൻ ആയാൽ മാത്രമേ അവർ കയറി വരുള്ളൂ. സെക്കൻഡ് തിങ് ഈസ്, അവർ കയറി വന്ന ഉടനെ തന്നെ the first and the foremost we do is something called a boot camp. Okay. And boot camp is mainly done by major companies like Facebook, Microsoft, everybody. Okay. Boot camp is nothing but you're bootstrapping that person to a new methodology. Okay. Where അതായത് ആദ്യത്തെ 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച they go through a completely different schedule and a hell. Okay. അതായത് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. Okay. You have to monitor the classes. You have to coordinate with other team members. You have to write down what you saw. Okay. അങ്ങനെ പാസ്സായാലും മാത്രമേ they go into the coaching. Okay. In that 4 weeks of phase, they'll get to know everybody. Okay. And they know that, okay, now they are helping me, now I need to help them back. Okay. Get it right? അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനകത്ത്. Okay.